റീസെൻ്റ്ലി എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. 2 ദിവസം മുന്നേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 37 യൂറോ പോയി. എനിക്ക് ഈ പൈസ എവിടെ പോയെന്ന് എനിക്ക് സോഴ്സ് അറിയില്ല. അക്കൗണ്ടിൽ കാണിക്കുന്നത് പേപ്പാൽ ത്രൂ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെ ഒരു പർച്ചേസേ ചെയ്തിട്ടില്ല. ഞാൻ പേപ്പാലിൻ്റെ ആപ്പിൽ കയറി നോക്കി. പേപ്പാലിൻ്റെ ആപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ പൈസ പോയതിൻ്റെ യാതൊരു ഇത് കാണിക്കുന്നില്ല. കാരണം നമ്മൾ പേപ്പാലിൽ ത്രൂ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേപ്പാലിൻ്റെ ആപ്പിൽ കാണിക്കും. അതും കാണിക്കുന്നില്ല. ജസ്റ്റ് ബാങ്കിലെ അക്കൗണ്ടിൽ മാത്രം കാണിക്കുകയാണ് പൈസ പോയെന്ന്. സോ എനിക്ക് സോഴ്സ് അറിയത്തില്ല. എനിക്ക് 100% ഉറപ്പാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ഇതിന് മുന്നേ പേപ്പാലിൻ്റെ അക്കൗണ്ടിൽ ത്രൂ പർച്ചേസ് ചെയ്തത് അത് ഓൾറെഡി അവിടെ കിടപ്പുണ്ട്, മൈനസ് ആയിട്ട് നേരത്തെ പോയതാണ്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഈ പൈസ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയും. നിലവിൽ ജർമ്മനിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും സ്കാമുകൾ നടക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇമെയിൽ ത്രൂ ഒക്കെ ജസ്റ്റ് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. സോ അതുമായിട്ട് നിങ്ങൾ എപ്പോഴും അലേർട്ട് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത ലിങ്ക് ഒന്നും കയറി ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാറില്ല. ഇപ്പോൾ പേപ്പാലിൻ്റെ എന്തെങ്കിലും മെയിൽ വന്നാൽ തന്നെ ഞാൻ അങ്ങനെ ക്ലിക്ക് ചെയ്യാറില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഞാൻ അറിയാണ്ട് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് വന്നതാണോ, ഞാൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരാഴ്ചയിൽ ഞാൻ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പാണ്. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ഇത് എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ പോലും നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ തട്ടിപ്പോലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ പൈസ പോയിരിക്കും. നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെയിലൊക്കെ തുറക്കുമ്പോഴാണ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മെയിൽ നിങ്ങൾ പലയിടത്തും നിങ്ങളുടെ മെയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ മെയിൽ ത്രൂ ഇവരെന്താണ് പല ലിങ്കുകളും അയക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പൈസ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പൈസ റീഫണ്ട് ചെയ്ത് കിട്ടും. നിങ്ങൾ ബാങ്കുകാർ ഇൻഫോം ചെയ്താൽ മതി. അല്ലെങ്കിൽ ബാങ്കിൻ്റെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ഒരിക്കലും നിങ്ങൾ പർച്ചേസ് ചെയ്ത പൈസ ആയിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്കാം ആയിട്ട് പോകുന്ന പൈസയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ ഷുവറായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതുപോലെ ആർക്കും അബദ്ധങ്ങൾ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഇൻഫോർമേഷൻ നിങ്ങൾ എല്ലാവരിലും എത്തിക്കാം.